ഗോവയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര റേസിംഗ് ചലഞ്ച്, അത് ഇവിടെ ദ ഇൻ്റർനാഷണൽ ഓഫ് റോഡ് ചലഞ്ച്, ഇത് ഇതിൻ്റെ ഒരു ഇന്ത്യൻ ചാപ്റ്റർ അത് അങ്ങനെ ഒരു മത്സരം നടന്നു. ഇതിലെ വളരെ പ്രസ്റ്റീജിയസ് ആയൊരു മത്സരത്തിൽ വിജയിച്ചത് രണ്ട് മലയാളി യുവാക്കളാണ് ഈ ചലഞ്ച് വിജയിച്ചത്. അതിൽ പല വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയത് നമ്മുടെ രണ്ട് മലയാളികൾ എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. നമുക്കൊപ്പം ചേരുന്നു. അത്ര കണ്ട് ഒരുപക്ഷെ കേരളത്തിന് പരിചിതമല്ലാത്തൊരു ടൈറ്റിലായിരിക്കും, ഒരുപക്ഷെ ഈ റേസിംഗ് രംഗത്തുള്ളവർക്ക് പരിചിതമാകാം. ഇത് ബിനിൽ, അതോടൊപ്പം തന്നെ അതുൽ. And the champion in the 1510cc petrol category stock, Atul Thomas and Binil. സാഹസിക മോട്ടോർ സ്പോർട്സ് റൈഡായ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ചിൽ വിജയിയായി മലയാളികൾ. അതൊരു ഗ്ലോബൽ സീരീസ് ആണ്, വേൾഡ് വൈഡ് നടക്കുന്ന സീരീസിൻ്റെ ഇന്ത്യൻ ചാപ്റ്ററിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ ഗോവയിൽ ചേർന്ന് കണ്ടക്ട് ചെയ്തത്. നമ്മളതിനകത്ത് വിൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. മെയിൻ നടക്കുന്ന 3 കാറ്റഗറിയാണ്. ഒന്ന് 4x4 സ്റ്റോക്ക്, 4x4 മോഡിഫൈഡ്, എക്സ്ട്രീം. എക്സ്ട്രീമിൻ്റെ അകത്തും മലയാളീസ് ഉണ്ട്, നമ്മുടെ 3 കാറ്റഗറിൻ്റെ അകത്തും മലയാളീസ് ഉണ്ട്. അതിൻ്റെ അത് ഏറ്റവും ഒരു ഡേഞ്ചറസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. 4x4 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലും എല്ലാത്തിൻ്റെ അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ വണ്ടിയാകുമ്പോൾ മറിയാൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. ടോട്ടൽ ലോസ് വണ്ടികളുണ്ടാവും. ഈ വണ്ടി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ടോട്ടൽ ലോസ് ഉണ്ടാവും, എൻജിൻ സീസ്റ്റ് ഉണ്ടാവും, ഗിയർ ബോക്സ് സീസ്റ്റ് ഉണ്ടാവും. അതെന്തായാലും ഒരു കോമൺ ഇതാണ് നമ്മളെ സംബന്ധിച്ച് അവിടെ നടക്കുമ്പോൾ. ഗോവയിൽ നടന്ന 12ാമത് RFC ഇന്ത്യൻ പതിപ്പിൽ സ്റ്റോക്ക് വിഭാഗത്തിലും 1600cc ഓവറോൾ വിഭാഗത്തിലുമാണ് അങ്കമാലി സ്വദേശിയായ ബിനിൽ കെ ബാബുവും കോതമംഗലം സ്വദേശി അതുൽ തോമസും വിജയികളായത്. 100% പാഷൻ മാത്രമേ ഉള്ളൂ, ഇതിലൊന്നും റിട്ടേണും ഇല്ല. 100% നമ്മുടെ പാഷൻ തന്നെയാണ്. ഇതെല്ലാം മോഡിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലൊരു ചിലവുണ്ട് ഇതിന്. നമുക്ക് സസ്പെൻഷൻ ചേഞ്ച് ചെയ്യണം. നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാലും സസ്പെൻഷൻ, ലോക്കർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്താലാണ് ഇതിനകത്ത് ഓടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ല വെറുതെ സ്റ്റോക്കിൽ പോയി ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രേക്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഇങ്ങനത്തെയുള്ള ഒരു റേസ് ഫീൽഡോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൈപ്പ് എന്ത് ഫീൽഡിലേക്ക് പോയാലും ഒരു സ്ഥലത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയും മുന്നോട്ട് ഒരു ചിന്തയായിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് വേറൊരു സൈഡിലേക്ക് പോകാൻ നമുക്ക് അതിനുള്ള സമയം കിട്ടലുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കണം എന്ന ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളോ എന്തിലാണോ ഉള്ളതിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് ആവാനല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഇപ്പോൾ ഒരു പുതിയൊരു തലമുറ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാഷനായിട്ട് വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ബാക്കിയുള്ള ഇതിലേക്ക് പോകാനുള്ള അവർക്കുള്ള ടൈം, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ. കാരണം ഓട്ടോമാറ്റിക്കലി അതിനുവേണ്ടി നമ്മൾ കുറേ ഇപ്പോൾ ഈ റേസിനെ സംബന്ധിച്ച് ഇറങ്ങാൻ നേരത്തെ ഒരേ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രഷറായിരിക്കും. കാരണം നമ്മുടെ ഒപ്പം ഒരു 24, ഇപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ 24 പേരുള്ള 24 പേരിലെ 23 പേരെയും ടൈം കുറച്ചിട്ട് വേണം എനിക്ക് അടിക്കാൻ നോക്കാൻ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രഷറിലായിരിക്കും. ഇന്ത്യ മൊത്തമുള്ള റേസാണ്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ മൊത്തമുള്ള സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സെക്കൻഡ് വന്നത് അരുണാചൽക്കാരാണ്, തേർഡ് വന്നൊരു കർണാടകക്കാരാണ്. ഇന്ത്യ മൊത്തമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഞങ്ങളുടെ കാറ്റഗറി 4x4 സ്റ്റോക്കായിരുന്നു. ഞങ്ങൾക്ക് ടെറൈൻസ് എന്ന് കിട്ടുന്നത് കൂടുതലും സ്ലഷി പാർട്സ് ഉണ്ട്, പിന്നെ കുറേ അപ്പ് ഹില്ല്, ഡൗൺ ഹില്ല്, പിന്നെ വാട്ടർ വെയ്ഡിങ്സ് കൂടെ കവർ ചെയ്യാനുണ്ട്. വാട്ടർ വെയ്ഡിങ്സ് ഒരു ട്രാക്ക് ഓൾമോസ്റ്റ് ഫുൾ തന്നെ വെള്ളത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് നേരെ ക്ലൈംബ് ചെയ്യണു, പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ വെച്ചൊരു ഹൈലക്സിൻ്റെ എഞ്ചിനൊക്കെ സീസായിട്ടുണ്ട് ഈ തവണ. എന്തായാലും ഈ അഡ്വഞ്ചർ മോട്ടോർ സ്പോർട്സ് അത് കൂടുതൽ ജനകീയമാക്കാനായിട്ട് സർക്കാരിൻ്റേതായ കൂടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ജനകീയമാക്കിയെടുക്കുന്നതിന് സർക്കാരിൻ്റേത് കൂടിയായ ഇടപെടലുകൾ വേണമെന്ന് തന്നെ ഈ ജേതാക്കൾ പറയുന്നു. ഒരു എക്സ്പെൻസീവായ സ്പോർട്സ് ഇവൻ്റാണ് എങ്കിൽ കൂടിയും ഒരു സ്പോൺസർഷിപ്പ് രീതിയിലെല്ലാം തന്നെ കണ്ടെത്തിയാൽ കൂടുതൽ വിജയങ്ങളുണ്ടാകും. കൂടുതൽ യുവാക്കളെ ഇത്തരം രംഗത്തേക്ക് കൊണ്ടുവരാനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ RFCയിലെ ഇത്തവണത്തെ ജേതാക്കളുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.